അപ്പൊ ഇതാണ് നമ്മ പറഞ്ഞ ആ സ്ക്രബ് അല്ലെ. ഇത് മോയ്സ്ചറൈസ് ചെയ്യും, അതുപോലെ തന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യും അല്ലെ ബോഡിയെ എന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പോ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. കഴുകിയിട്ട് ഇനിതാ തുടച്ചെടുക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്ന് എസ്തെറ്റിക് ലൈഫ് എത്തിയിട്ടുള്ളത് ഇൻസ്പയർ ബ്യൂട്ടി സലൂണിലാണ്. നമ്മളോടൊപ്പം ഉള്ളത് സന്ധ്യ വിക്ര. സന്ധ്യ ചേച്ചി, ഇന്ന് എന്താണ് എസ്തെറ്റിക് ലൈഫിന് വേണ്ടിയിട്ട് ചെയ്ത് കാണിക്കുന്നത്? നമുക്ക് ഈ ബാത്റൂമിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു സ്ക്രബ്, അതായത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ക്രബ്. നമ്മൾ പണ്ട് പയറുപൊടി, ഇഞ്ച അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു ദേഹം കഴുകിക്കൊണ്ടിരുന്നത്. കടലമാവ് അങ്ങനെയൊക്കെ. അതിന് പകരം നമ്മള് റെഡിമെയ്ഡ് ആയിട്ട് ഇത് ചെയ്ത് വെക്കാൻ പറ്റും, വീട്ടിൽ തന്നെ ചെയ്ത് വെക്കാൻ പറ്റും അല്ലെ. അല്ല, ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ നമുക്ക് എണ്ണ എന്തെങ്കിലും തേച്ചിട്ട് യൂസ് ചെയ്യുന്ന സ്ക്രബാണോ, അതോ നമ്മുടെ സോപ്പിന് പകരം യൂസ് ചെയ്യുന്ന സ്ക്രബാണോ? എങ്ങനെയാണ് ഇതിന്റെ യൂസ് വരുന്നത്? അതായത് ഇതിന്റെ അകത്ത് നമ്മള് ഷവർ ജെല്ലി യൂസ് ചെയ്യുന്നുണ്ട്. ഷവർ ജെല്ലി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പം സോപ്പ് ഉപയോഗിക്കണമെന്നില്ല. ഓക്കെ, അപ്പൊ സോപ്പിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. വെള്ളം ഒഴിച്ച് കുളിച്ചിട്ട് നമുക്ക് ഒരു മോയ്സ്ചറൈസർ ഫീലും കിട്ടും. നല്ല മോയ്സ്ചറൈസർ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ടാൻ മാറോ അങ്ങനെ എന്തൊക്കെയാണ്? പിന്നെ ഇതിന്റെ അകത്തൊരു ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് ഇത് തന്നെ ഒരു സ്ക്രബായിട്ട് നമ്മൾ മുഖത്തിനൊക്കെ നമ്മൾ ഇടുന്ന സ്ക്രബ് ഉണ്ടല്ലോ, ഫേസിനും കൂടെ നമുക്ക് യൂസ് ചെയ്യാം. ഒരു ടാൻ റിമൂവൽ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് സ്ക്രബിൽ നിന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ലെമൺ പിഴിഞ്ഞൊഴിച്ചിട്ട് നമുക്കൊരു പാക്കായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് പാക്കായിട്ട് വിട്ടിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പാക്കിന്റെ എഫക്റ്റും കൂടെ കിട്ടും, ഡീറ്റാന്റെ എഫക്റ്റും കൂടെ കിട്ടും. അതെ, അപ്പൊ തന്നെ നമുക്ക് ആലോചിച്ച് നോക്കാം, നമ്മൾ കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ല മിനുസമായിട്ടിരിക്കും, ക്ലീൻ ആയിട്ടിരിക്കും. അപ്പൊ ഈ സ്ക്രബ് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണാം. നമുക്ക് ആദ്യം ഇങ്ങനെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ എടുക്കാം. സ്ക്രബിന് ആവശ്യമുള്ള ഒരു സാധനമാണ് പഞ്ചസാര. അത് ഞാൻ ഇച്ചിരി കൂടുതൽ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്, കാരണം നമ്മൾ ദിവസം യൂസ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് ഈ ഒരു ബൗൾ നിറയെ 2 സ്പൂൺ കോഫി പൗഡർ. ഹണിയാണ് ഒരു 2 സ്പൂണൊക്കെ. ഇച്ചിരി കൂടിപ്പോയിരുന്നാലും കുഴപ്പമില്ല. 1 സ്പൂൺ അലോവേര ജെൽ. ഇത് കോക്കനട്ട് ഓയിലാണ്. ഇതിൻ്റെ ഒരു 2 സ്പൂൺ. ഒലിവ് ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. 1 സ്പൂൺ ആൽമണ്ട് ഓയിൽ. ഗ്ലിസറിന് ഒരു 1/2 സ്പൂൺ. 1 സ്പൂൺ റോസ് വാട്ടർ. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഷവർ ജെല്ല്, ഒരു ഇച്ചിരി മതി, സ്പൂൺ കണക്കൊന്നുമില്ല. എന്നിട്ട് ഇത് മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്ത് വെച്ചു. ഇതിങ്ങനെ എടുക്കുമ്പോൾ ഈ ഒരു രൂപത്തിൽ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമുക്ക് കുറച്ച് നാളും കൂടെ കൂടുതലായിട്ട് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ പോലും ഇത് ചീത്തയാവത്തില്ല, കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ഇത് അലിഞ്ഞു പോവും അങ്ങനെയുള്ളതൊന്നുമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. കുറച്ചായിട്ട് എടുത്ത് ബാത്റൂമിൽ വെച്ചാൽ മതി. അപ്പോൾ ഇതാണ് നമ്മ പറഞ്ഞ ആ സ്ക്രബ് അല്ലെ. ഇത് മോയ്സ്ചറൈസ് ചെയ്യും, അതുപോലെ തന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യും അല്ലെ ബോഡിയെ എന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പോൾ ഇത് എത്ര മാസം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? നമുക്കിത് ഒത്തിരി ക്വാണ്ടിറ്റി നമ്മൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഈ ടീന്ന് നിറയെ നമ്മൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് ചിലപ്പോൾ സ്മെല്ലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഒരു ചെറിയ കണ്ടെയ്നറിലാക്കി ബാത്റൂമിൽ സൂക്ഷിക്കുക. ഞാനൊക്കെ ഇത് ശരിക്കും ഇങ്ങനെ തന്നെയാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ യൂസ് ചെയ്യേണ്ടാത്ത ഒരു സാധനം എന്താണെന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ടോ ഇങ്ങനെ, നമുക്ക് ഇങ്ങനത്തെ സ്റ്റീൽ സ്പൂൺ യൂസ് ചെയ്യരുത്. കാരണം എന്താ പറഞ്ഞാൽ പെട്ടെന്ന് അത് കേടായിപ്പോകും. നമ്മൾ അല്ലെങ്കിൽ ഓയിലൊക്കെ യൂസ് ചെയ്യാൻ നേരത്തും അങ്ങനെയല്ലേ പറയുന്നത്, നമ്മൾ കാച്ചിയ എണ്ണയിലൊക്കെ ഈ സ്റ്റീലിലുള്ള സാധനങ്ങൾ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കേടായിപ്പോകും. അപ്പൊ നമ്മൾ എന്താന്ന് പറഞ്ഞാൽ ഈ തടിയിലുള്ളതോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെതോ അങ്ങനത്തെ എന്തെങ്കിലും സ്പൂണ് ഇതിൻ്റെ അകത്ത് ഇട്ടേക്കണ്ട, സെപ്പറേറ്റ് എടുത്ത് വെച്ചേക്കണം.
പിന്നെ അത് മാത്രമല്ല ഇതിന്റെ ഒരു സ്മെല്ല് എന്ന് പറയുന്ന ആ ഒരു ഷവർ ജെൽ യൂസ് ചെയ്തതുകൊണ്ടായിരിക്കാം അതിന്റെ ഒരു ചെറിയൊരു സ്മെല്ല് വരുന്നുണ്ട്. പിന്നെ ആ ഒരു കോഫിയുടെ ഒരു സ്മെല്ലും ഉണ്ട്. അപ്പൊ എന്തായാലും ബോഡിക്ക് യൂസ് ചെയ്യാൻ കോഫിയുടെ സ്മെൽ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതില് നമുക്ക് എന്തെങ്കിലും ഓയിലോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് അരോമയുള്ള എന്തെങ്കിലും ഓയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ അകത്ത് യൂസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഒരു മണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലെമണിന്റെയോ അതെ നല്ലൊരു അരോമ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ ശരി. അപ്പൊ ഇന്നിപ്പോ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പോവാണ് എങ്ങനെയുണ്ട് ആ റിസൾട്ട്, ഫൈനൽ റിസൾട്ട് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ എന്തായാലും എന്റെ കയ്യിൽ യൂസ് ചെയ്താലോ? നമുക്ക് ഒരു കയ്യിൽ യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് റിസൾട്ട് അറിയാൻ എങ്ങനെയാണെന്ന് നോക്കാം. ചേച്ചി അപ്പൊ എന്റെ കയ്യിലാണ് ഇടാൻ പോകുന്നത് അല്ലേ? ഏത് കൈ വേണം? ഈ കൈ മതി. ഞാൻ ഈ സൈഡിലല്ലേ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ കുളിക്കാൻ പറ്റൂലല്ലോ, നമുക്കൊന്ന് ക്ലെൻസ് ചെയ്യാം. വെറ്റ് വൈപ്സ് ആണിത്. വെറ്റ് വൈപ്സ് വെച്ചിട്ട് അപ്പൊ ടാൻ റിമൂവ് ആവാൻ വേണ്ടിട്ട് നമ്മൾ ഇതിനകത്ത് വേറെ എന്തൊക്കെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് എന്തൊക്കെയാ? ലെമണും കൂടെ മിക്സ് ചെയ്യാം. ലെമണും കൂടെ. അതെ അതെ. ഇതിനകത്ത് മഞ്ഞപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും മിക്സ് ചെയ്ത് എന്ത് വേണമെങ്കിലും മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. പിന്നെ ഈ മഞ്ഞപ്പൊടിയൊക്കെ നമുക്ക് ചേർത്ത് വച്ചിരിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റത്തില്ലല്ലോ, പെട്ടെന്ന് നമുക്ക് കേടാവും. ഇത് ഏത് സീസണിലാണ് യൂസ് ചെയ്യേണ്ടത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ മഴക്കാലം ഉള്ളത് കൊണ്ട് ഇത് കുറച്ചുകൂടെ നല്ലതാ. കാരണം ഡ്രൈനെസ് ഒക്കെ ഒന്ന് മാറി കിട്ടുമല്ലോ. അതെ അല്ലേ. അതുപോലെ തന്നെ അതിന് ഇപ്പം മഴക്കാലത്താണ് യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ നമ്മൾ ഒലിവ് ഓയിൽ കുറച്ചുകൂടെ കൂടുതൽ ഒഴിച്ചിട്ട് ചെയ്യാം. സാധാരണ ഒരു അരോമ ട്രീറ്റ്മെന്റ് പോലെ ആയിരിക്കും ഒരു പാർലറിൽ ചേച്ചി ചെയ്യാറ്. പക്ഷെ എന്നെ ഇപ്പൊ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്തിനാണ് എന്നുള്ള സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നും. പക്ഷെ ഇത് ക്യാമറയുടെ മുമ്പിൽ നമുക്ക് കാണിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മളിപ്പോൾ ഫ്രെയിം വെച്ചേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട, സാധാരണ കിടത്തി ഒരു അരോമ കൊടുക്കുന്ന രീതിയിൽ അല്ലേ. നമ്മൾ ബാത്റൂമിൽ അതുപോലെ ഒത്തിരി വെള്ളം നനയുന്ന സമയത്തായിരിക്കും നമ്മളിങ്ങനെ ആക്കുന്നത്. അപ്പം കുറച്ചുകൂടെ നമ്മൾ വെള്ളം കൂടെ കുറച്ചും കൂടെ നനച്ചിട്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു പതയും കൂടെ വരും. കാരണം നമ്മൾ ഷവർ ജെൽ ഒഴിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ കുറച്ചുകൂടെ വരും. ഇതിലിങ്ങനെ എണ്ണമയം വരിക അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ഇല്ല, നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, സ്ക്രബ് ഇങ്ങനെ ആവുന്നതായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. ഉണ്ട്. അപ്പൊ നമ്മുടെ ആ ഡെഡ് സെൽസ് ഫുള്ളും അങ്ങ് റിമൂവ് ആവും. ഇതിപ്പം മൊത്തം അലിഞ്ഞു, നമ്മളിങ്ങനെ ചെയ്യുമ്പം തന്നെ നന്നായിട്ട് അലിഞ്ഞു. അത് നമുക്ക് നല്ല ഇങ്ങനെ ഒത്തിരി പതയൊക്കെ അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഷവർ ജെൽ സെപ്പറേറ്റ് എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മൾ ഇതെല്ലാം കുറെ ക്വാണ്ടിറ്റി നമ്മൾ ചെയ്ത് വെക്കുമ്പം എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കാൻ പാടില്ല. നമ്മൾ ഇത്ര എങ്ങനെയാണ് എടുക്കുന്ന ഇപ്പൊ കാണിച്ച ആ ക്വാണ്ടിറ്റിയിലായിരിക്കും നല്ലത്. ഇതിങ്ങനെ അരിയുന്നത് വരെ ഇങ്ങനെ ഒന്നാക്കാം. നമ്മൾ സോപ്പ് തേച്ച് കുളിക്കുമ്പോൾ അപ്പൊ അതനുസരിച്ചിട്ടാണല്ലോ നമ്മൾ വാഷ് ചെയ്യുന്നത്. ഇനി ഇത് എത്രയെങ്കിലും മിനിറ്റ് വെച്ചേക്കണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മളിപ്പം വീക്കിലി വൺസ് ഒക്കെ നമ്മൾ ഒരു എണ്ണ തേച്ച് കുളി അങ്ങനെ എന്തെങ്കിലും ആണ് പ്രിഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തലയിലൊക്കെ ഒന്ന് ഹോട്ട് ഓയിൽ മസാജ് ഒക്കെ ചെയ്തിട്ട് ദേഹം ബോഡി, അതായത് ബോഡി സ്ക്രബാണ്, അപ്പൊ ദേഹം ഫുള്ളും ഇതങ്ങ് സ്ക്രബ് ചെയ്തിട്ട് ഒരു 20 ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂർ തന്നെ വിട്ടേച്ചാലും മതി. കാരണം അതിന് ഈ ഡ്രൈനെസ് വരത്തില്ല. ഇത് ഫുൾ ഓയിലാണല്ലോ, നമ്മൾ പല ടൈപ്പിലുള്ള ഓയിൽ ഇതിൻ്റെ അകത്ത് ഒഴിച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഡ്രൈനെസ് വരത്തേ ഇല്ല. ഈ നമ്മൾ ബോഡിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന രീതിയിലൊന്നും ആവത്തില്ല. സ്ക്രബ് ചെയ്യുക, അങ്ങ് വിട്ടേക്കുക, എന്നിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഹോട്ട് ഓയിൽ മസാജ് ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഭയങ്കര ബെസ്റ്റാണ്. കഴുത്തിൻ്റെ പുറകിലുള്ള കറുത്ത പാടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഇൻ കേസ് നമ്മൾ മുഖത്ത് ഇടുവാണെന്നുണ്ടെങ്കിൽ ഒരു 2 ഡ്രോപ്പ് നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ ടാൻ റിമൂവൽ. അതായത് നമ്മൾ അല്ലാതെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ചിട്ട് നമുക്ക് ഈ അരമണിക്കൂറൊന്നും നമുക്ക് അങ്ങനെ ഇട്ടേക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ കഴുത്തിന്റെ അവിടെയൊക്കെ ഇടുമ്പോഴത്തേക്ക് എന്തായാലും അവിടെ ഡാർക്ക്നെസ് ഉണ്ടാവും. അതുപോലെ മുട്ടിന്റെ അവിടെ, ഈ കൈ മുട്ടിന്റെ അവിടെയൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. ഇച്ചിരി കൂടുതൽ എടുത്തിട്ട് തന്നെ അങ്ങ് സ്ക്രബ് ചെയ്യുക.
അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. കഴുകിയിട്ട് ഇനിതാ തുടച്ചെടുക്കുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പൊ ഈ ഒരു ഡിഫറൻസ് ഞാൻ എന്തായാലും ഉടനെ തന്നെ കാണിക്കാം. അപ്പൊ റിസൾട്ട് എല്ലാവരും കണ്ടല്ലോ, ഗംഭീര റിസൾട്ട് ആണ്. എല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഇൻഗ്രീഡിയൻസും ഒക്കെയാണ് ഈ ഒരു സ്ക്രബിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ചെയ്തു നോക്കുക. ചേച്ചി, അതിന്റെ ബാലൻസ് കുറച്ചില്ലേ? ഞാൻ അതൊന്ന് വീട്ടിൽ കൊണ്ടുവയ്ക്കും. പിന്നെ എടുത്തോ. ഓക്കെ, അപ്പൊ ഞാൻ ഇത് വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവും കേട്ടോ, സ്കിൻ വളരെ സോഫ്റ്റ് ആവും. അത് മാത്രമല്ല എക്സ്ഫോളിയേറ്റ് ആവും, മോയ്സ്ചറൈസർ ആവും. ഈ ഒരു മഴക്കാലത്ത് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു സ്ക്രബ്. അപ്പോൾ വീട്ടില് നമുക്ക് ഇതുപോലെ ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ ചെയ്യാനോ സമയമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ചേച്ചി ഇത് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ചെയ്തു കൊടുക്കാറുണ്ടോ? എന്നെ അറിയാന്നുള്ള കസ്റ്റമേഴ്സ് എല്ലാം ചോദിക്കാറുണ്ട്, ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. സാധാരണ ബ്യൂട്ടി പാർലറിൽ നമുക്ക് കെമിക്കൽ അടങ്ങിയ പ്രോഡക്ട്സ് ഒക്കെ ആയിരിക്കും അവർക്ക് ഒരു അറ്റ് ടൈം റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവർ കൂടുതലും ചോദിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള നാച്ചുറൽ പ്രോഡക്ട്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരാറുണ്ടോ? ചോദിക്കാറുണ്ട്. ഞാനല്ലാതെ ചെയ്തു കൊടുക്കുന്നത് മാത്രമല്ല, ഞാനിവിടെ വന്ന് ചോദിക്കുന്ന ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം, റെമഡീസ് എല്ലാം പറഞ്ഞു കൊടുക്കാറുമുണ്ട്. പിന്നെ അത്യാവശ്യം കുറച്ച് തിരക്കുള്ള ആൾക്കാരൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ചെയ്ത് കൊടുക്കുന്ന സ്ഥലം എവിടെയാണ് എന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത്. കരമനയിലാണ്. കരമന ഇൻസ്പയർ ബ്യൂട്ടി സലൂണിലാണ് ഉള്ളത്. അപ്പൊ നാച്ചുറൽ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും അതുപോലെയുള്ള എല്ലാ ബ്യൂട്ടി ആയിട്ടുള്ള ഐറ്റംസിനും അല്ലെ, ബ്യൂട്ടി ആയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റിനും നമുക്ക് ഇനി അങ്ങോട്ട് വരുന്നുണ്ടല്ലോ സോപ്പ്, അതെ അതെ, ബാം എല്ലാം വരുന്നുണ്ട്. എല്ലാ എപ്പിസോഡ്സിലും ഇനി ചേച്ചി ഓരോന്നായിട്ട് നമുക്ക് ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. അതുപോലെ എന്ത് ബ്യൂട്ടി ട്രീറ്റ്മെന്റിനും നിങ്ങൾക്ക് ഇൻസ്പയർ ബ്യൂട്ടി സലൂൺ കരമനയിലേക്ക് വരാം. അപ്പോ താങ്ക് യു ചേച്ചി. മറ്റൊരു എപ്പിസോഡിൽ വേറൊരു സ്ക്രബോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്യൂട്ടി പ്രോഡക്ട്സോ ആയിട്ട് വീണ്ടും എത്തില്ലേ? അതെ, ഓക്കെ. അപ്പോ ഇൻസ്പയർ ബ്യൂട്ടി സലൂണിലായിരുന്നു ഉണ്ടായിരുന്നത്, സന്ധ്യ വിക്രം ആയിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇനി അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക.